Day 8. Okay, right. So ഇന്ന് എന്ത് വെച്ചാൽ വാട്ട് ഈസ് അമ എന്ന് നമ്മൾ നേരത്തെ നോക്കി. അമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ഫുഡ് പ്രോസസ്സിങ് നടക്കുന്നത് അവിടെ ഓർഡിനറി ഒരു 2.5 അവർ അവിടെ ആയിരിക്കും. അതിന് അടുത്ത സ്റ്റേജിൽ പോകും. മറ്റേ അതിൽ അടുത്ത സ്റ്റേജിൽ പോവാതെ അവിടെ തന്നെ കൂടുതലായിട്ട് സ്റ്റേ ചെയ്താൽ അവിടെ വന്ന് എന്തെന്ന് വെച്ചാൽ വയറ്റിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഇത് ഫെർമെൻറ്റേഷൻ നടക്കും. ഫെർമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു ടാക്സിൻ ഫാം ആവും. ആ ടാക്സിൻ്റെ പേരാണ് അമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സിൻ വന്ന് റീകുക്ക്ഡ് ഫുഡ്, ഓയിൽ കണ്ടൻറ്റ് ഫുഡ് ഇതൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് വരും. റീകുക്ക്ഡ് ഫുഡ്, ഓയിൽ കണ്ടൻറ്റ് ഫുഡ്, പിന്നെ മട്ടൺ, ചിക്കൻ ഇങ്ങനെ മാതിരി നോൺ വെജിറ്റേറിയൻ ഐറ്റമൊക്കെ അതൊക്കെ കൂടുതലായിട്ട് സ്റ്റേ ചെയ്താൽ പെട്ടെന്ന് ഈ അമ ക്രിയേറ്റ് ആവും, ഈ ടാക്സിൻ. അപ്പോൾ ഇത് ടാക്സിൻ നമ്മളറിയാതെ തന്നെ നമ്മുടെ ദേഹത്ത് അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഉണ്ടാകുന്നതുകൊണ്ട് അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ എന്നുള്ളതാണ്. ശ്രോത്രത, അതായത് അബ്സ്ട്രക്ഷൻ ഓഫ് ദി ചാനൽസ്, നമ്മുടെ ഡൈജസ്റ്റീവ് ചാനൽ എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് തുടങ്ങി ഏനസ് വരെ ഇരിക്കുന്ന പാത്വേ, അതിൽ വന്ന് പലവിധ അടപ്പുകളുണ്ടാകും. അതിൽ സ്മൂത്തായിട്ട് ഈ പ്രോസസ്ഡ് ഫുഡ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ പോവാതെ അത് തടങ്ങൾ ഉണ്ടാക്കും. അതൊരു ഇത് നിറയെ ബ്ലോട്ടിങ് അത് ഇത് പ്രശ്നമൊക്കെ വരുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ ബലക്ഷയം, ഓവർ ടയർഡായിരിക്കും. ഈ അമ എന്ന് പറയുന്ന ടാക്സിൻ ദേഹത്തിൽ കയറുമ്പോൾ അതിലിരിക്കുന്ന ഓവർ ടയർഡായിരിക്കും. നിറയെ ആഹാരം കഴിച്ചിരിക്കും. അത് ജീരണിക്കാതെ അവിടെ തന്നെ ദേഹത്തിൽ തന്നെ സ്റ്റോറായി നിന്നാൽ ആ ടാക്സിൻ പോകുമ്പം ബലക്ഷയം, ടയർഡാവും. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. അടുത്തത് ഗൗരവത്വ, ബോഡി ഹെവിനെസ് ആവും. ബോഡി പെട്ടെന്ന് എന്തെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് കയറി മാതിരി നമുക്ക് ഫീലാവും. അതിൽ പർട്ടിക്കുലറായി ഇടുപ്പിൻ്റെ താഴെ കാലൊക്കെ ഒരു മരവിച്ച് തടി കൂടിയത് മാതിരി, വെയിറ്റ് സഡൻ ഇൻക്രീസ് ആയത് മാതിരി ഒരു ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇവിടെ അമ ഫാമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ കാസ് ഓഫ് അജീർണ, ഇൻഡൈജഷൻ. ഇത് ഇങ്ങനെ വരുമ്പോൾ ബ്ലഡ് ചാനലിൽ അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ലാർജ് ഇൻറ്റസ്റ്റൈനിലും പോയി കുഴപ്പമുണ്ടാക്കും. അപ്പോൾ ഇൻഡൈജഷന് ഇത് ഉണ്ടാക്കുന്നു. അത് മന്ദാകിനി എന്ന് പറഞ്ഞാൽ ഇത് വയറ്റിൽ ഈ ടാക്സിൻ സ്റ്റോറായി ഇരിക്കുന്നവരെ വിശപ്പ് ഉണ്ടാകാതിരിക്കും. അത് ക്ലിയർ ആവുന്നവരെ വിശപ്പ് ഉണ്ടാവില്ല. അത് അതിൻ്റെ ഒരു സിംറ്റമാണ്. അത് ഇതെന്ന് വെച്ചാൽ എക്സസീവ് സലിവേഷൻ, നമ്മുടെ വായിൽ തുപ്പൽ ഊറിക്കൊണ്ടേയിരിക്കും. തുപ്പൽ ഊറി അത് താളം പോകും. ആക്ച്വലി തുപ്പൽ ഊറുന്നത് ഒരു മെഡിസിൻ മാതിരിയാണ്. ഈ അമാവ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ചില ആളുകൾക്ക് ഈ അമ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി വോമിറ്റിങ് വരും. ഈ വോമിറ്റിങ് വന്ന് അത് വെളിയെ തള്ളിയാൽ നല്ലതാണ്. അമ എന്ന് പറയുന്ന ടാക്സിൻ നമ്മുടെ ദേഹത്ത് പോയി സെറ്റാകാതെ ഇരിക്കും. അത് ഒരു നല്ല ഇല്ലെങ്കിൽ അത് സ്കിൻ പ്രോബ്ലമൊക്കെ വരും. ഇങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ ടൈംലി ഫുഡ് എടുത്താൽ അമ ഉണ്ടാവില്ല. കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുത്താൽ അമ ഉണ്ടാവില്ല. പ്രോപ്പർ, അതായത് ഓവർ കുക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ തിരിച്ചും ചൂടാക്കിയ ആഹാരം, ഇതൊക്കെയാണ് കുഴപ്പം. ചില ഹോട്ടലിൽ ഇതൊക്കെ പോയാൽ അവർ കാലത്ത് ഉണ്ടാക്കിയത് അത് വിൽക്കുന്നവരെ ചൂടാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ അമ ക്രിയേറ്റ് ആകും. അതാണ് ഹോട്ടലിലുള്ള ആഹാരം എല്ലാവർക്കും സെറ്റാകാതിരിക്കാൻ കാരണമെന്ന് ഇതാണ്. നല്ല സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ അങ്ങനെയല്ല. അത് അവർ ഫുഡ് വിറ്റില്ലെങ്കിൽ അതിനെ കൊണ്ട് ഇത് മാറ്റിയിട്ട് വേറെ പുതുതായിട്ടുണ്ടായി. ഇതങ്ങനെയല്ല. ചെറിയ ഹോട്ടലിലൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാക്കാതിരിക്കുമ്പോൾ അതിൽ അവരെ ഫുഡ്
ഒരു ഫുഡ് ഫ്രഷായിരിക്കണം, കുക്ക് ആയിരുന്ന് ഒരു 4 അവർ വരെ തന്നെ ഫ്രഷായിരിക്കും. 4 അവർ കഴിഞ്ഞാൽ അത് വന്ന് ഫുഡ് ഒരുമാതിരി ഡാമേജ് ആവും. അതിൽ വന്ന് ഇത് ബാക്ടീരിയാസ് ഇതൊക്കെ ഫാം ആവുന്നത് 4 അവർ വരെ കഴിയും. അപ്പോൾ 4 അവർ ആകുമ്പോൾ ഇത് ചില ഹോട്ടൽ 4 അവറിന് മുമ്പ് അവർ ഒരുമാതിരി ചലിച്ച് വരുമ്പോൾ ഒരുമാതിരി പസ ഫാം ആവും, ഫെർമെൻറ്റേഷൻ ഫാം ആകുമ്പോൾ അവരത് ഹീറ്റാക്കി വരുമ്പോൾ അതിൽ ടാക്സിൻ ഇതേ വയറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഫുഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഫുഡിനെ കഴിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഉടനെ അത് ഛർദി വരും, അല്ലെങ്കിൽ വായിൽ തുപ്പല വരും, അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഇൻകൺവീനിയൻസ് ഫീലാവും. ഓക്കെ. അപ്പോൾ ഈ വന്ന് നമ്മൾ വരാതിരിക്കും. വന്നാൽ വോമിറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ചാറ് അതിൻ്റെ കൂടെ കുറച്ച് പോലെ ഉപ്പിട്ട് അത് കുടിച്ചാൽ ഈ പെട്ടെന്ന് അത് ഒന്ന് ന്യൂട്രലൈസ് ആവും. ഇഞ്ചി ചാറ് കുടിച്ചാൽ അത് ശരിയാവും. ഇല്ലെങ്കിൽ ഒന്ന് വാമം വാട്ടർ വന്ന് നിങ്ങൾ യൂസ് ചെയ്താലും ഈ പെട്ടെന്ന് ഈ അമായിലുള്ള ടാക്സിൻ വന്ന് പവർ കുറയും. വാമം വാട്ടറിന് ഇത് പവറുണ്ട്, അതുപോലെ ഇഞ്ചി ചാറിന് ഇത് രണ്ടും ചില കേസിൽ ലെമൺ മിക്സായ സോഡായും ഈ വന്ന് ഡിസ്റ്റർബ് ചെയ്ത് വിടാൻ യൂസ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്.